ഹായ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് CA ഫൗണ്ടേഷൻ ജാൻ 25 ടൈം ടേബിളാണ്. ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ആ മാറ്റം വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. അതായത് പല കുട്ടികൾക്കും CA ഫൗണ്ടേഷനിൽ നേരിടുന്നൊരു പ്രശ്നമാണ് ലോ പേപ്പർ എന്നുള്ളത്. അപ്പോൾ ആ ലോ എന്ന പേപ്പറിന് നമുക്ക് 2 days എക്സ്ട്രാ പഠിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ടൈം ടേബിൾ പറയാനല്ല വന്നത്, എങ്ങനെയാണ് ലാസ്റ്റ് 30 to 35 days അല്ലേ, ഇനി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം മുതൽ നമുക്കൊരു 30 to 35 days ആണ് CA ഫൗണ്ടേഷൻ എക്സാമിനുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് 30 to 35 days നമുക്ക് എങ്ങനെ ഉപകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആർക്കുള്ളതാണ്? ജാൻ 25 എഴുതുന്ന CA ഫൗണ്ടേഷൻ ജാൻ 25 എഴുതുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം ടേബിൾ ഉണ്ട്. 12th Jan നിങ്ങൾക്ക് അക്കൗണ്ടിങ് തുടങ്ങുന്നു. 16th ഒരു 4 days, അത് കഴിഞ്ഞൊരു ഏകദേശം 3 days കൂടുതൽ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട് ഫോർ ബിസിനസ് ലോ. ദെൻ ആസ് യൂഷ്വൽ QA ആൻഡ് ബിസിനസ് എക്കണോമിക്സ് നോർമൽ എന്തേ ഉള്ളൂ, നോർമൽ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈം ടേബിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചെത്തിയിട്ടുണ്ടാവും, ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവും, റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശീലിക്കണം. മാർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മാർക്കിംഗ്? മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ഒരു 2 days ബിഫോർ, ഇപ്പോൾ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2-3 days നമ്മൾ അക്കൗണ്ട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ അത് ആ അക്കൗണ്ട്സ് പാളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ലാസ്റ്റ് 3 days റിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവസാന റിവിഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്, നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. അവസാന സമയത്ത് വീണ്ടും റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതോ, അല്ലെങ്കിൽ പ്രത്യേക കളേഴ്സിലോ ഒക്കെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവസാനം എന്ത് റിവൈസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോവാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ മാർക്കിംഗ്. 2, നിങ്ങൾക്ക് CA എക്സാംസ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഒരുപാട് ബുക്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് നോട്ട്സുകൾ അവൈലബിൾ ആണ്. ഈ ലാസ്റ്റ് സമയത്ത് കിട്ടുന്ന നോട്ട്സുകളൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇതിലോട്ട് നിങ്ങൾ പോകാനേ പാടില്ല. നിങ്ങൾ ആകെ എക്സ്ട്രാ പഠിക്കേണ്ട ഈ ഒരു സമയത്ത് എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ടത് RTP, MTP പോലത്തെ കാര്യങ്ങളാണ്. പിന്നെ സജസ്റ്റഡ് ആൻസേഴ്സ്, കാരണം പുതിയ സിലബസ് വന്നതിന് ശേഷമുള്ള സജസ്റ്റഡ് ആൻസേഴ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഏതെങ്കിലും പ്രൊഫസേഴ്സിൻ്റെ, ഏതെങ്കിലും ഫാക്കൽറ്റിയുടെ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പുതിയ മെറ്റീരിയലുകളിലോട്ട്, പുതിയ നോട്ട്സുകളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. അങ്ങനെ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മെറ്റീരിയൽ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഏതിലാണ് ഇത്രയും കാലം കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3ാമത്തത് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ടാവും, പക്ഷേ നേരെ പോയി എക്സാമിന് എഴുതുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഒരു കീ ക്വസ്റ്റ്യൻസ് എങ്കിലും ശരിക്കും എക്സാമിന് എഴുതുന്നത് പോലെ എഴുതി നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എഴുതി നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഇന്ന് ലോ ആണ് പഠിക്കുന്നത്, ഇന്ന് മോർണിംഗ് ടു ഈവനിങ് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം ഒരു 10 question എങ്കിലും എക്സാമിന് എഴുതുന്നത് പോലെ നിങ്ങൾ എഴുതുക എന്നുള്ളത്. സാധാരണ നമ്മൾ പ്രൊവിഷൻ നോക്കുന്നു, ആൻസർ എന്താ നോക്കുന്നു, അങ്ങനെ ചെയ്യുക, അത് ഓക്കെയാണ്. പക്ഷേ ഒരു 3 to 5 questions എവറി ഡേ എക്സാമിന് എഴുതുന്നത് പോലെ പ്രോപ്പറായിട്ട് എഴുതുക, അങ്ങനെ ശീലിക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആകും. എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയ കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒഴുക്ക് വരണം. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേന അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രാക്ടീസ് ആവശ്യമാണ്. നിങ്ങൾ ജസ്റ്റ് ലോ പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അക്കൗണ്ട്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, ആൻസർ നോക്കുന്നു എന്നതിൽ പകരം എന്ത് ചെയ്യണം, ചില ക്വസ്റ്റ്യൻസ് എങ്കിലും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സാം സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. സോ റൈറ്റിംഗ് പ്രാക്ടീസ്, അപ്പോൾ റൈറ്റിംഗ് പ്രാക്ടീസ് അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇത് അക്കൗണ്ടിങ്ങിനും അതുപോലെ ലോയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ്ങിനും ലോയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ
പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. സർപ്രൈസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് അക്കൗണ്ടിങ് പഠിക്കുന്നു, QAയിലെ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക, എല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ്, അപ്പോൾ നിങ്ങളന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കുന്നു, ആ ചാപ്റ്റർ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതങ്ങനെയല്ല. നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ലോ പഠിക്കുന്നു, ആ സമയത്ത് നമ്മൾ എക്കണോമിക്സിലൊരു ക്വസ്റ്റ്യൻ ചുമ്മാ അറ്റൻഡ് ചെയ്ത് നോക്കുന്നു, അത് കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ഇൻഡെപ്ത് പഠിക്കുന്നു. ആ ഒരു രീതി നമ്മുടെ മടുപ്പ് ഇല്ലാതാക്കാനും പിന്നെ ഒരു പ്രത്യേക പരിശീലനം നമുക്ക് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു കാര്യം. അപ്പോൾ സർപ്രൈസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസ് സോൾവിങ് എന്നുള്ളതും ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഫുൾ ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇന്ന് അക്കൗണ്ടിങ്ങാണ് പഠിക്കുന്നത്, പക്ഷേ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ലോയുടെ ഒരു ഫുൾ ടെസ്റ്റ്, ഒരു സജസ്റ്റഡ് ആൻസർ എടുത്തിട്ട് എഴുതി നോക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും പകുതിയെങ്കിലും തീർക്കാൻ പറ്റും. ഏറ്റവും നല്ലത്, നിങ്ങളിപ്പോൾ ഇന്ന് അക്കൗണ്ട്സ് പഠിക്കുന്നു, അക്കൗണ്ട്സിൻ്റെ നിങ്ങൾക്ക് പ്രത്യേക ടൈം ടേബിളും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അന്ന് നിങ്ങൾ ലോയുടെ ഒരു ഫുൾ ടെസ്റ്റ് എഴുതി നോക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൻ്റെ ഒരു 25 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്റ്റിൽ നമുക്ക് ടച്ചിൽ നിൽക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് RTP, MTP, സജസ്റ്റഡ് ആൻസേഴ്സ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫുൾ ടെസ്റ്റിൻ്റെ ഒരു, വീണ്ടും പറയുന്നു, ഫുൾ ടെസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനെയല്ല നമുക്ക് എക്സാം വരിക. നമുക്ക് 100 മാർക്സിന് അക്കൗണ്ട്സിൻ്റെ ഒറ്റ എക്സാമാണ് വരിക. അപ്പോൾ ഒരു ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് 2-3 സജസ്റ്റ് ആൻസർ, ഒരു 3ഓളം സജസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ ചില ചാപ്റ്റേഴ്സിൽ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട, റിവിഷന് വേണ്ടി എടുത്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ചില ചാപ്റ്റേഴ്സ് നമുക്കൊരു 50% ഓക്കെ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമുക്കറിയാം അതിനൊരു 80 to 90% വരെ സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരിക എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഫുൾ ടെസ്റ്റുകൾ എഴുതുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്ത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് മന്ത് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക, നല്ല ഫുഡുകൾ കഴിക്കുക, ഓവർ ടെൻസ്ഡ് ആവാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ CA ഫൗണ്ടേഷൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് എക്സാമാണ്. അപ്പോൾ അതിന് നമ്മൾ കുറേ ടെൻസ്ഡ് ആയിട്ടൊന്നും കാര്യമില്ല. എല്ലാം കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാമിന് പോകാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റും, ചില സബ്ജക്റ്റുകൾ നമുക്ക് ഒരു 80 to 90% കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചില സബ്ജക്റ്റ് ഒരു 60 to 70 നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രാറ്റജികൾ എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോവുക, എക്സാം സ്ട്രാറ്റജികൾ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കുറേ സമയം ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. കാരണം 120 മാർക്സ് വരിക, അല്ലെ? അക്കൗണ്ട്സും ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 117 അല്ലെങ്കിൽ 120 മാർക്ക് വരിക. നമുക്കൊരു 80 to 90 അറ്റൻഡ് ചെയ്താൽ തന്നെ 60-70+ അടിക്കാൻ പറ്റും. അപ്പോൾ കിട്ടാത്ത ഒരു പോർഷൻ, നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാത്തൊരു പോർഷൻ വെറുതെ വീണ്ടും ടൈം വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യം ഇനിയില്ല. സോ മാക്സിമം റിവിഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. ഇനി ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ ടൈമാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫുൾ ടെസ്റ്റ് ഓർക്കുക, റൈറ്റിംഗ് പ്രാക്ടീസ്, എവറി ഡേ ഈച്ച് സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്റ്റ് എന്നുള്ള രീതിയിലെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. RTP, MTP, സജസ്റ്റഡ് ആൻസേഴ്സ് ഇതെല്ലാം ചെയ്യുക. മാക്സിമം സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടൈമുകൾ കുറക്കുക, അല്ലെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ലിമിറ്റഡ് ടൈം വെക്കുക. ഫോണ് നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റി വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുക. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അറ്റംപ്റ്റ് തന്നെ CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാം കൊണ്ടും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു CA ഫൗണ്ടേഷൻ അറ്റംപ്റ്റാണിത്. കാരണം നിങ്ങൾ നവംബർ അറ്റംപ്റ്റ് എക്സ്പെക്ട് ചെയ്ത് പഠനം തുടങ്ങിയ ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്തു, ഡിസംബർ, ജാൻ എന്നുള്ള രീതിയിൽ ഒരു 1.5 months അല്ലെങ്കിൽ 2 months അഡീഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ ലോ, എപ്പോഴും നമ്മളെ ഫൗണ്ടേഷൻ സംബന്ധിച്ചോളം ലോ എന്നുള്ള പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പല കുട്ടികൾക്കും ഫീൽ ചെയ്യാറുണ്ട്. റിവിഷന് ടൈം ഇല്ലാത്തൊരു പ്രശ്നം പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 2 days അതിന് 12th, 16th. അപ്പോൾ 12th എക്സാം കഴിഞ്ഞാൽ 13, 14, 15
3 കംപ്ലീറ്റ് ഡേയ്സ് ആൻഡ് 3.5 ഡേയ്സ് നമുക്ക് അവിടെ റിവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സാം തലേ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നതിന് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു സമയത്ത് പഠനം പ്ലാൻ ചെയ്യേണ്ടത്. ഒരിക്കലും അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ അടുത്ത അറ്റംപ്റ്റ് നോക്കാം എന്നുള്ള ചിന്തയിലോട്ട് പോകരുത്. നിങ്ങളുടെ മാക്സിമം പുഷ് ചെയ്യുക. ഇനിയും 35 ഡേയ്സ് ഉണ്ട്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഫൗണ്ടേഷനൊക്കെ ശരിക്കും 2 months 2.5 months കൊണ്ട് പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും 35 ഡേയ്സ് ഉണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്താണ്, വർക്ക് ബുക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താണ്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.